അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ നാളത്തെ വിശേഷങ്ങൾ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് നാളെ എന്നൊക്കെ പറഞ്ഞിനി. പക്ഷെ എന്ത് ചെയ്യാനാ, ഇന്നാണെങ്കിൽ ഭയങ്കര മഴ, രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ. അതായത് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. നല്ല മഴയും പിന്നെ അതുമല്ല കറണ്ടും ഇല്ല. നമ്മളോട് എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും അന്ന് കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ കറണ്ട് വന്നെങ്കിലേ ഇനിയിപ്പോൾ കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മളാണെങ്കിൽ ഇന്നലെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിലും കയറ്റി. കറണ്ട് വേണമല്ലോ അപ്പോൾ അതിനൊക്കെ. അപ്പോൾ നമ്മൾ KCBക്ക് വിളിച്ചിട്ട് ഓല് ബിസി ആക്കി ഇടുക കേട്ടോ. ഓലാണെങ്കിൽ എടുക്കണമില്ല. പരിപാടി ഉണ്ട്, ഒന്ന് എന്തെങ്കിലും കാറ്റും ഇടിയൊന്നും ഇല്ലേനി കേട്ടോ. കാറ്റും ഇടിയും അങ്ങനെ അതൊന്നും ഇല്ല, മഴ മാത്രമേ ഉള്ളൂ. എന്നിട്ടും കറണ്ട് പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥ. ഒന്ന് നാളത്തെ വീഡിയോ എടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിനി. പക്ഷേ ആകെ മൂഡ് ഓഫായി കുത്തിരക്കാണ്, കറണ്ട് ഇല്ല കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കണ്ടായിനി. സാമ്പാറിനുള്ള സാധനങ്ങളൊക്കെ നല്ല അരിഞ്ഞ് സെറ്റാക്കി വെച്ചിനി, വേവിച്ചൊക്കെ വെച്ചിട്ട് ഒരു നേരം പോലത്തെ നീച്ചപ്പം ഉണ്ടായിന് കേട്ടോ കറണ്ട്. പിന്നെ പോയതാണ്. അപ്പോൾ തേങ്ങ അരക്കാൻ കറണ്ട് ഇല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് വന്നിട്ടോ, വന്നിക്കാണ്ട് വീണ്ടും അതേപോലെ തന്നെ വീണ്ടും പൊയ്ക്കാണ് കേട്ടോ കറണ്ട്. അപ്പം ഇനി എന്താകും നമ്മളെ സൽക്കാരം എന്നൊന്നും അറിയില്ല. മഴ അങ്ങോട്ട് പെയ്തിട്ടാണെങ്കിൽ നമ്മൾ പന്തൽ കെട്ടി ഫുള്ളും ഇതിൻ്റെ ഉള്ളിലാണ് വെള്ളം. പന്തൽ കെട്ടിയിട്ട് എന്തിനാ പന്തൽ കെട്ടിയെന്നാണ് ഇപ്പോൾ അറിയാത്തത്. തലേക്ക് വെള്ളമാവണില്ല, പക്ഷെ ഫുള്ളുള്ളിൽ വെള്ളം കേട്ടോ. അപ്പോൾ പന്തൽ നമ്മൾ ഈ ഭാഗവും ആ ഭാഗമൊക്കെ കെട്ടീനി. മഴ ഉണ്ടാവുമെന്ന് കരുതിക്കാണ്ട് മുൻകൂട്ടി തന്നെ കെട്ടിയൊക്കെ ചെയ്തിന്. പക്ഷേ ഫുള്ള് ചപ്പിളി കുരവി അയക്കണം മുറ്റമൊക്കെ കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗവും അതേപോലെ ഈ ഒരു ഭാഗം കേട്ടോ കെട്ടിയത്. ഇതുപോലെ കമ്പിട്ട് കെട്ടേണ്ടീനി മുൻഭാഗം. ഓല് അച്ചയൊക്കെ ഷീറ്റ് വലിച്ച് കെട്ടിയിട്ട് അങ്ങോട്ട് പോയിക്കണം. എന്നിട്ടിപ്പോൾ ആ വെള്ളം മുഴുവൻ അങ്ങോട്ട് ഉള്ളിക്കാട്ടോ. തീരെ കെട്ടറിയാത്ത പോലെ കെട്ടിയ പോലെ എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടി പോയിക്കണോലെ. പിന്നെ തട്ടും അതേപോലെ സ്പൂണ് കോരി ഇതൊക്കെ കഴുകാണ്ട് കേട്ടോ. ഇവിടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിനല്ലോ, അതാ ഇതൊക്കെ കഴുകാണ്ട്. പക്ഷേ നമുക്ക് കഴുകാൻ വെള്ളമില്ലാത്തതിനോട് ഇപ്പോൾ കഴുകാൻ വെച്ച ഇവിടെ നമ്മൾ ചപ്പിളിയായിട്ട് ഈ ഷീറ്റ് ഇട്ടതാട്ടോ. ഇനി ഇതിൻ്റെ നുറൂല് വേറെ ഷീറ്റൊക്കെ ഇടണം. നേരെ വെള്ളം വന്നാണ്ട് അങ്ങോട്ടാണ് വെക്കണത്. അപ്പം ഇവിടെയൊക്കെ കണ്ടോ ചപ്പിളി അയക്കണം, ആകെ ചപ്പിളി ചെയ്യുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. പക്ഷേ കറണ്ട് ഇല്ലാത്തതിനോടാണെങ്കിൽ ആകെ മൂടും പോയി. കറണ്ട് ഉണ്ടെങ്കിൽ പ്രശ്നമില്ലേ ഇനി. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഫുള്ളും ഇരുട്ടാണ് കേട്ടോ കറണ്ട് ഇല്ലാത്തതിനോട്. അപ്പോൾ നമുക്ക് ചായക്കടിക്ക് പുട്ടാണ് കേട്ടോ. കറണ്ട് വന്നിട്ടോ, കറണ്ട് പോവാതെക്കട്ടെ. കറണ്ട് വന്നെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പോകും. പക്ഷെ നല്ല ഇരുട്ട് മൂടി മഴ പെയ്യാട്ടോ. കണ്ടോ, മഴ ചോർന്നില്ല, പെയ്തോണ്ടൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ സെറ്റാക്കിന് കേട്ടോ. അതിലേക്ക് ഞാപ്പിളും മറ്റേ കസ്കസും ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് മാങ്ങകൾ അരിഞ്ഞിട്ടോ വെറൈറ്റി ആക്കിയതാ. നമുക്ക് കറണ്ടൊക്കെ വന്നു കേട്ടോ. കറണ്ട് വന്നെന്ന് ഞാൻ പറഞ്ഞിനി. അപ്പം നമ്മൾ മോട്ടർ ഇട്ടപ്പോൾ മോട്ടറിൽ വെള്ളം കയറുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ നോക്കുമ്പോൾ മോട്ടർ അടിച്ചു പോയി. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും കേട്ടോ. നമ്മളോടെ പരിപാടി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും. അത് നമുക്ക് പറഞ്ഞതാട്ടോ. അപ്പോൾ മോട്ടറൊക്കെ പുതിയത് വാങ്ങിയോണ്ടെന്ന് ഫിറ്റ് ചെയ്യലൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ആരും കുളിച്ചിട്ടൊന്നുമില്ല. കുളിക്കണമെങ്കിൽ വെള്ളം വേണ്ടേ, വെള്ളമല്ല കേട്ടോ. ടാങ്കിലൊരു തുള്ളി വെള്ളമില്ല. നമുക്ക് ഇതേപോലെ ഉണ്ട്. പണ്ട് ഉമ്മമാൻ്റെ ഏഴിൻ്റെ അന്നും ഇതേപോലെ അന്ന് കറണ്ട് പോകുമ്പോൾ എനക്കാണ്ട് ഇട്ടേം ഇട്ടിക്കാണ്ട് മോട്ടർ കത്തി. ഇത് പിന്നെ നമ്മളങ്ങനെ ഇട്ടേം ഇട്ടിട്ടൊന്നുമില്ല. ഇനി വോൾട്ടേജിലായിട്ട് എന്താണെന്ന് അറിയില്ല, ഏതായാലും കത്തിപ്പോയി. ഇവിടെ പുതിയതൊക്കെ കൊണ്ടുവന്ന് വെച്ച് അവിടെ ഫിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാട്ടോ. ഒരു റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ജ്യൂസും സാധനമൊക്കെ റെഡിയാണ്. ഫുള്ള് ക്ലീനിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇനി കുളിച്ചാൽ മതി. എജാണ് അപ്പോൾ ഇനി കുളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുളിക്കണം ഇനി. അപ്പോൾ കുളിക്കാൻ വെള്ളമില്ലായിട്ട് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ്. ഇനി വെള്ളം വരുമ്പോൾ തിരക്കായിരിക്കും കുളിമുറിയൊക്കെ കുളിച്ചാൽ കയറാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു വന്നിട്ട് നമ്മൾ ബാക്കി വിശേഷങ്ങളും ഇതൊക്കെ കാണിച്ചു തരണ്ടേ പറ്റുകയാണെങ്കിലും കേട്ടോ. പിന്നെ ആ മുറ്റത്ത് ചളിയുള്ള ഭാഗത്തൊക്കെ ഷീറ്റ് ഇട്ടിട്ടോ. ഷീറ്റ് പറഞ്ഞാൽ നമ്മളെ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഷീറ്റുകളും ഇതൊക്കെ കൊണ്ടുവന്ന് ഫുള്ള് നിരത്തി അങ്ങോട്ട് ഇട്ടിട്ടോ. കാരണം ഇപ്പം മഴക്ക് ചെറുതായിട്ടൊരു ചോർച്ചയുണ്ട്. അപ്പം ഇനി അങ്ങനെ തന്നെ നിൽക്കട്ടെ വിചാരിച്ചിട്ട് ഫുള്ള് ഷീറ്റ് ഇട്ടിട്ടോ. എൻ്റെ കല്യാണത്തിന് ഇതുപോലെ കേട്ടോ, മുറ്റാകെ ഷീറ്റേന്. ഫൈനലി നമ്മളെ മാറ്റലൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാണ് കേട്ടോ ഇട്ടത്. ഈ ഡ്രസ്സ് ഇട്ടിട്ട് കുറേ കാലമായിന്. ഇപ്പോഴാട്ടോ പിന്നെ ഇടുന്നത്. ഇതങ്ങനെ ഇടലേ അല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞ രസമുണ്ട്. അപ്പം പിന്നെ വേഗം ഇതെടുത്തിട്ട് ഞാൻ പെരുന്നാൾക്ക് വാങ്ങിന്. അത് ഇടാനാട്ടോ കൊണ്ടുവന്നിത്. സാധാ നമ്മളെ ചുരിദാറില്ലേ, അത് ഇടാനാ കൊണ്ടുവന്നിത്. അപ്പോൾ പിന്നെ എല്ലാവരും ഇതിടാൻ പറഞ്ഞപ്പോൾ പിന്നെ വേഗം ഇതെടുത്തിട്ടോ. അപ്പോൾ എല്ലാവരും ഒരുങ്ങണി മാറ്റിനൊക്കെ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയൊക്കെ വരാനുള്ള സമയമൊക്കെ
ഏകദേശം സമയമൊക്കെ ആയിട്ട് എൻ്റെ ഐസമോള് മാറ്റിക്കണം. നോക്കുകയാണെങ്കിൽ സുഖമല്ല കേട്ടോ, അതിൻ്റെതായിട്ടുള്ള ശീച്ചിലും ഇതൊക്കെ ഓള് കാട്ടുന്നുണ്ട്. അപ്പോൾ വരാനും സമയമായിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതിൽ കുറച്ച് ആപ്പിളും ഇതൊക്കെ അരിഞ്ഞിടാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അത് ശരി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ പോയിട്ട് റെഡിയാക്കാം. അതൊക്കെ അരിയൽ കഴിഞ്ഞാൽ മുട്ടി പറയണങ്ങൾ കേട്ടില്ലേ. പിന്നെ തന്നെ ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ നമ്മളെ ഫുഡൊക്കെ എത്തിക്കണം കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഇറക്കാണ്. ഷെമിയും കലീലും കുഞ്ഞാപ്പും കുഞ്ഞുട്ടി അമ്മമാരാണ് കേട്ടോ. അമ്മമാരും അളിയനൊക്കെയാണ്, ഓരൊക്കെ ഉണ്ട്. അപ്പോൾ ഓല് ഫുഡൊക്കെ ഇറക്കുകയാണ്. അപ്പോഴത്തേനും പിന്നെ നമ്മൾ ക്ലാസ്സൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടോ. ഓല് വരുമ്പോൾ പിന്നെ തിരക്കൂട്ടുണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഓല് വരുന്നത് കണ്ടപ്പോൾ നമ്മൾ പാരൽ തുടങ്ങിട്ടോ. ഈ കടലാസ് ഗ്ലാസ്സിൽ മുന്നേ പാർന്ന് വെക്കാനും പറ്റൂലല്ലോ, അപ്പോൾ ഫുൾ ഇങ്ങനെ അലിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഫുള്ള് ജ്യൂസൊക്കെ ഒഴിച്ചു. അപ്പോൾ നമ്മൾ വലിയ തട്ടിലാണ് കേട്ടോ ആക്കിയത്. അപ്പോൾ രണ്ടാൾ കൂടിയിട്ട് കേട്ടോ പിടിച്ച് കൊണ്ടുപോകുന്നത്. ഞാനും മേലോർത്ത മൂത്തപ്പൻ്റെ മരുവോളും കൂടി ആയിട്ട് ഒരു തട്ട് പിടിച്ചത്. പിന്നെ അതൊക്കെ ഓരോരുത്തർ പിടിച്ചെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവർക്കും ജ്യൂസൊക്കെ കൊടുത്തു. ജ്യൂസൊക്കെ കൊടുത്താൽ പിന്നെ ഭക്ഷണം വിളമ്പൽ തുടങ്ങിട്ടോ. അപ്പം പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ മൂത്താപ്പൻ്റെ ചെറിയ ഓളും കുറച്ച് എനിക്ക് എന്തൊക്കെയൊക്കെ എടുത്ത് നിൽക്കുന്ന വീഡിയോ. അങ്ങനെ നമ്മൾ ഫുഡ് എന്താ വെച്ചാൽ ലഗോൺ ബിരിയാണിയും ബീഫ് കാബിരിയാണ് കേട്ടോ ഫുഡ്. പിന്നെ ബ്രോസ്റ്റും ബീഫ് ചില്ലിയും ചിക്കൻ കൊണ്ടാട്ടനും അതാണ് കേട്ടോ നമ്മളെ ഫുഡ് വരുന്നത്. അപ്പോൾ ഫുഡൊക്കെ ഇതാക്കണം, എല്ലായിടത്തും നിരത്തലൊക്കെ തുടങ്ങിയേക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഓളിങ്ങനെ കുറച്ച് എനിക്ക് അവിടെയും ഇവിടെയൊക്കെ വീഡിയോ എടുത്ത് തന്നതാണ് കേട്ടോ ഈ വീഡിയോ. പിന്നെ അങ്ങോട്ട് ഫുഡൊക്കെ നിരത്തി ആൾക്കാരോടൊക്കെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു. ഭയങ്കര തിരക്കും രസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പുഡിങ് കൊണ്ടുപോയി വെച്ചിട്ടോ. ഒരു ട്രിപ്പ് ഇരുന്ന് ഒരു ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാരെയാണ് കേട്ടോ പുഡിങ് കൊണ്ടുപോയി വെച്ചത്. അങ്ങനെ നമ്മൾ പുഡിങ്ങും കൊണ്ടുപോയി വെച്ച് പിന്നെ ഓല് ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് ഓല് യാത്രയൊക്കെ പറഞ്ഞ് പോയിട്ടോ. പോണത് കാണാൻ നല്ല ഭംഗിയുണ്ടായിനി. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഓല് പോയാലേ പിന്നെ നമ്മളെ ഫുഡ് കഴിക്കലാണ് കേട്ടോ. ഫുഡ് കഴിപ്പോണ്ട് കഴിഞ്ഞാലാണ് പിന്നെയുള്ള അംഗം വെട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ കാണുന്നതൊക്കെ പാത്രമൊക്കെ കേൾക്കാനും മോറാനും ഉള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ നേരെ അതിലേക്ക് കിടന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞുട്ടി ഇതാ ചെമ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ചോറൊക്കെ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടായിന് കേട്ടോ. 2 ചോറും ബാക്കിയൊക്കെ ഉണ്ടായിനി. അത് പിന്നെ നമ്മളെല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു വിട്ടു. പിന്നെ മഴേനി കേട്ടോ. പരിപാടികൾ കഴിഞ്ഞപ്പോൾ ഫുള്ള് മഴ കേട്ടോ. പിന്നെ കൈകളും മോറലൊക്കെ കഴിഞ്ഞാൽ എവലും ഇതാ പോയിക്കാണ്ട് 7-Up പെപ്സിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ കലയിലും പെപ്സി ഓൻ്റെ തുണിൻ്റെ ഉള്ളിലാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ 7-Up ഉണ്ട്. അപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകാൻ ഇവലൊക്കെ കൂടി തന്നതേന് കേട്ടോ. ആണുങ്ങളൊക്കെ മഴയല്ലേ, ചീച്ചലും മഴയും ഒക്കെ കൂടിയായിട്ട് അങ്ങനെ പിന്നെ നമ്മൾ 7-Up കുടിച്ച് ഐസമൊക്കെ ഇതുവരെ അത് കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്കൊരു അത്ര നല്ല സാധനമൊന്നും അല്ലല്ലോ. അപ്പം പിന്നെ അവൾ കുട്ടിയല്ലേ, പിന്നെ നോക്കി ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതെല്ലാവരും പോയിട്ട് പിന്നെ നമ്മൾ പെരക്കാർ മാത്രം ബാക്കിയായി. കലയിലും പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ, അല്ലാത്തവരൊക്കെ പോയി. അപ്പോൾ ഇതാ മോന് പെട്ടിയൊക്കെ പൊളിച്ചാണ് കേട്ടോ. അപ്പോൾ ഐസമോളും അതിലും ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സാധനം എന്ന് ഓൽക്ക് അറിയൂലല്ലോ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഒരു രണ്ടാളും നോക്കിക്കാണ് കേട്ടോ, എന്താ ഇപ്പോൾ ഇതിലുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ പെട്ടിയൊക്കെ പൊളിച്ചു. അപ്പം പിന്നെ അതിന് എടുത്തിട്ട് പിന്നെ നമ്മളെല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ കലീലിന് കൊടുത്തപ്പോൾ കലീൽ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. കലീൽ വീഡിയോ എടുത്തതാണ്. പിന്നെ എല്ലാവർക്കും ഓരോന്ന് ലഡൊക്കെ കൊടുത്തു. പിന്നെ പലഹാരങ്ങളൊക്കെ ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തിനു പോലെ തിന്നണമൊന്നുമില്ല. പിന്നെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ നമ്മളെല്ലാവർക്കും കൊടുത്ത് തിന്നു. പിന്നെ ഓൻ അടുത്ത പെട്ടിയും പൊട്ടിച്ച് 2 പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ പെട്ടി കൊണ്ടുപോകലൊന്നും ഇല്ല കേട്ടോ. പിന്നെ പെട്ടിയൊക്കെ കൊണ്ടുവന്നിക്കണം. ഇപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ പെട്ടി കൊണ്ടുപോകലും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എവിടെ കാണലൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത് അലുവയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കപ്പ് കേക്ക്, പൊതിക്കേക്ക്, അലുവ 3 ഐറ്റം അലുവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കറുപ്പും ചുവപ്പും മഞ്ഞയും ഒക്കെ അലുവയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അലുവയൊക്കെ മുറിച്ച് ഞങ്ങൾ ഓരോന്ന് തിന്ന് പിന്നെ എല്ലാവർക്കും ഓരി വെച്ച് നമ്മളിങ്ങനെ കുറച്ച് എല്ലാവർക്കും ഓരിയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ പിന്നെ ഓരി വെച്ച് പിന്നെ എല്ലാവരും അങ്ങോട്ട് പോയാരതാ ഞാൻ അടിച്ചു വരാൻ നിന്നിട്ടോ. ഞാൻ അടിച്ചു വരുന്നതുകൊണ്ട് മോള് തുടക്കണമുണ്ട് കേട്ടോ. ഞാൻ അടിച്ചു വരുന്നതിൻ്റെ ബാക്കിൽ തന്നെ ഓള് വന്ന് തുടക്കണുണ്ട് കേട്ടോ. അപ്പോഴത്തേനും സമയം രാത്രി ആയിന് കേട്ടോ. എല്ലാവരും പോകലൊക്കെ തുടങ്ങിയിരിക്കണം. പോയാരെയാണ് കേട്ടോ ഞങ്ങൾ അടിച്ചേരി തുടക്കണത്. പിന്നെ അതാ വാപ്പി ഐസമോക്ക് സുഖമില്ലാത്തതിനോട് ഓൾ അതിൻ്റെ ഇടയിൽ കൂടെ നിലവിളിച്ചണൊക്കെ ഉണ്ട്. പിന്നെ വാപ്പ വന്ന് ബാക്കി വാപ്പി അടിച്ചേരി കേട്ടോ. അങ്ങനെ എല്ലാ പണിയും കഴിച്ചു കേട്ടോ. അങ്ങനെ അതാ നമ്മളെ പരിപാടിയൊക്കെ റാത്തായി കഴിഞ്ഞിട്ടോ. സമയം ഇപ്പോൾ ഒരു 9:45 ആയി. ഇന്നൊക്കെ കുഴങ്ങിക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ലോണം. അപ്പോൾ ഒക്കെ നേരത്തെ കിടന്നു കേട്ടോ. പിന്നെ എല്ലാവരും പോവുകയും ചെയ്തില്ല. എല്ലാവരും പോയപ്പോൾ പെരയിൽ ഒരു ആട്ടും അനക്കൊന്നും ഇല്ല കേട്ടോ.
പിന്നെ ഐസമോക്ക് സുഖമില്ലല്ലോ, സുഖമില്ലാത്ത ഇടങ്ങേറും ബുദ്ധിമുട്ടും അതുകൊണ്ട്. അപ്പോൾ ഓളും വേഗം കടന്നുറങ്ങി. അപ്പോൾ എല്ലാവരും ഉറങ്ങിട്ടോ, ഉറക്കി. ഓളം ഉറങ്ങിയപ്പോൾ ഞാനും അവിടെ കിടന്ന് പിന്നെ നീച്ച് വന്നാണ്ട് കേട്ടോ വൈൻഡപ്പ് ചെയ്യണത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യണമല്ലോ നമ്മളെ സൽക്കാര വീഡിയോ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടട്ടെ കേട്ടോ. അങ്ങനെ അപ്പോൾ തുടങ്ങിയ മഴ കേട്ടോ, ഓലവിടെ പോയപ്പോൾ തുടങ്ങിയ മഴയാണ്. മഴ എപ്പോഴും ഇതാ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് ഫുള്ളും മഴേൻ്റെ ഒരു ദിവസമാണ്. പക്ഷേ ഓല വന്ന ടൈമിലും അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു ചോർച്ച ഉണ്ടായിരുന്നു കേട്ടോ, അത് വലിയ കിട്ടല്. അപ്പോൾ ആകെ ലൈറ്റൊക്കെ ഓഫാക്കിക്കണം, എല്ലാവരും ഉറങ്ങാൻ പോയിക്കണം കേട്ടോ. ഉറങ്ങിയിട്ടില്ല, പക്ഷെ ഒക്കെ ഇവിടെ ഇവിടെയൊക്കെ കടന്നിക്കണ്, ചോറൊക്കെ തിന്നിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ അന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അടിക്കുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.